ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളുണ്ടാക്കിയ റെക്കോർഡ് ബുക്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മോട്ടിഫുകളും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ മോട്ടിഫും ഏതാണ് സ്റ്റിച്ച് എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. 4 സൈഡ് സ്റ്റിച്ചൊക്കെ ചെയ്ത് മോട്ടിഫ് നല്ല നീറ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ മോട്ടിഫും ഇതേപോലെ നല്ല നീറ്റായിട്ട് നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മോട്ടിഫും ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും സ്റ്റിച്ചുകളാണ് ഇതുവരെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇതേ ഓരോ സ്റ്റിച്ചിൻ്റെയും മോട്ടിഫും നമ്മൾ ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നോക്കുന്നത് ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫെദർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ഔട്ട്ലൈൻ കാറ്റഗറി സ്റ്റിച്ചല്ല, ഒരു ബോർഡർ ലൈനാണ് വരുന്നത്. ബോർഡർ ലൈൻ സ്റ്റിച്ച് കാറ്റഗറിയിൽ വരുന്നൊരു സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. ഈ ഫെദർ സ്റ്റിച്ചിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് നോക്കുന്നത് നോർമൽ ഫെദർ സ്റ്റിച്ചാണ്. ഫെദർ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസും ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫെദർ സ്റ്റിച്ചിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം, ഫെദർ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് എന്തെങ്കിലും അറിയണം എന്നുള്ളവർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. നമ്മളിപ്പോൾ ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ വരച്ചു കൊടുത്ത ലൈനിലാണ് ഫസ്റ്റ് നമ്മൾ സൂചി കുത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തൊട്ട് താഴെയായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും സൂചി കുത്തി പൊക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ആ ലൈനിലേക്ക് നമുക്ക് വേണമെങ്കിൽ 2 സൈഡിലും ഓരോ ലൈനും കൂടി കൊടുക്കാം. നമ്മളിപ്പോൾ സൂചി കൊടുക്കുന്ന ഭാഗത്ത് നമുക്ക് ലൈന് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സിംഗിൾ ലൈന് മാത്രമേ വരച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇങ്ങനെ കോർത്തതിന് ശേഷം നൂല് അതിന് താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴൊരു ലോക്ക് പോലെ അത് വരും. വീണ്ടും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുനിന്ന് കുറച്ച് താഴെയായിട്ട് നമ്മൾ സൂചി കുത്തിയിട്ട് നമ്മുടെ ആ ലൈനിലേക്ക് വരച്ചെടുത്ത ആ ലൈനിലേക്ക് സൂചി കുത്തി എടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ആ നൂല് ആ ത്രെഡ് നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് വരുന്ന രീതിയിൽ കോർത്തെടുത്തിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെദർ സ്റ്റിച്ച് ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ജസ്റ്റ് അതൊന്ന് കെട്ടിട്ട് നിർത്തുകയാണ്. നമ്മുടെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫെദർ സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. നന്നായിട്ട് അതൊന്ന് കെട്ടിട്ടിട്ട് എൻഡ് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ബോർഡിൽ നമ്മുടെ ഫെദർ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് മോട്ടിഫ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിക്ചർ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രെയിമിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഭാഗമായിട്ടേ ഉള്ളൂ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഒരു തവണ നമ്മൾ ഫ്രെയിം വെച്ച് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രെയിം മാറ്റി വെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡറിലൊക്കെ വരുന്ന ഭാഗത്താണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ലെയർ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ വശത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ സൈഡ് പോർഷനിന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താഴെ വരുന്ന ആ ഒരു ലെയേഴ്സ് ആയിട്ടുള്ള ഭാഗത്തോ അല്ലെങ്കിൽ സൈഡിൽ ഈ ലൈൻ പോലെ ഭാഗത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ലൈന് നമ്മൾ കംപ്ലീറ്റ് ഫെദർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. സൂചി താഴേക്ക് കുത്തി ഇറക്കിയിട്ട് ബാക്കിലൊന്ന് കെട്ടിട്ടിട്ട് നമുക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമ്മളിത് മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നത്. ഓരോ ഭാഗവും ചെയ്ത് കംപ്ലീറ്റ് ആക്കി കെട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഓരോ ഭാഗവും ചെയ്ത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഈ മോട്ടിഫിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഫെദർ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫെദർ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ആ ഫ്രോക്കിന്റെ പോർഷനിലുള്ള ഭാഗങ്ങളൊക്കെ നോർമൽ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്.
സെയിം കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തത്. ആ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം ഞാൻ ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഫ്രോക്കിൻ്റെ ഒരു ബോഡി പാർട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ താഴെ വശം നമുക്കിതേപോലെ ഫെദർ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഫ്രെയിം മാറ്റിയിട്ടിട്ട് ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പോർഷനിലൊക്കെ ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്കാട്ടോ നമ്മുടെ മോട്ടിഫിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നമുക്കിത് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇങ്ങനെയാണ് മോട്ടിഫ് വരുന്നത് കേട്ടോ. അയൺ ചെയ്ത് നീറ്റാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 4 സൈഡ് ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് 4 സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നീറ്റാക്കിയിട്ട് നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് വെക്കാം. ഇതേപോലുള്ള മോട്ടിഫുകൾ നല്ല നല്ല പിക്ചേഴ്സൊക്കെ നല്ല വലിയ വലിയ പിക്ചേഴ്സ് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചിത്രങ്ങളല്ലാതെ നല്ല വലിയ വലിയ പിക്ചേഴ്സ് നോക്കിയിട്ട് ഇതേപോലുള്ള ഡിസൈൻസും കാര്യങ്ങളും മോട്ടിഫുകളൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ റെക്കോർഡ് ബുക്കിൽ വെച്ചിട്ടുള്ള മോട്ടിഫ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മോട്ടിഫായിരുന്നു ഞാൻ എൻ്റെ റെക്കോർഡ് ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയൊരു പിക്ചറായിട്ടാണ് ഞാനിത് വരച്ചെടുത്തിട്ടുള്ളത്. കാരണം നമുക്കൊക്കെ നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് വെക്കുന്നതിൻ്റെ ആ ക്ലോത്തിന് ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ക്ലോത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം എന്നാണ്. ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ മോട്ടിഫുകളൊക്കെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ വലിയ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള മോട്ടിഫ് ഇതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, കമൻറ്റിൽ പറയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പേജിൽ, നമ്മുടെ റെക്കോർഡ് ബുക്കിൻ്റെ നെക്സ്റ്റ് പേജിൽ നമ്മൾ ഈ ഒരു മോട്ടിഫാണ് നമ്മളിതിൽ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ളവരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതേപോലൊരു സ്റ്റിച്ചും ഒരു മോട്ടിഫ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.